അപ്പം ഞാനൊരു പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇത് വേറെ ഒന്നുമില്ല, സ്പിന്നിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മുടെ എന്ന് പറഞ്ഞാൽ ജേഴ്സി റോയിലൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് ഒക്കെ തുടങ്ങിയില്ല. അപ്പം എന്തായാലും ജേഴ്സി റോയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അതങ്ങ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ ബഗ്ഗാണോന്ന് അറിയില്ല, 10 സ്പിൻ അടിച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു ജേഴ്സി കിട്ടും. അപ്പം നമുക്ക് എന്തായാലും ഒരു 440 ഡയമണ്ട് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ മീനൂട്ടർ അക്കൗണ്ടിൽ അങ്ങ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ എൻ്റെ അക്കൗണ്ടിൽ എടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അക്കൗണ്ട് ബാൻ ആയ കാര്യം നമുക്ക് പറ്റില്ല. അപ്പം എന്തായാലും നമുക്ക് എന്ന് പറഞ്ഞാൽ ഇട്ട് കളിക്കാൻ വേണ്ടി ഇവളുടെ അക്കൗണ്ടിൽ അങ്ങ് എടുക്കാം. പിന്നെ ഇവളുടെ അക്കൗണ്ടിലാണ് നമ്മളിപ്പോൾ കളിക്കുന്നത്. അപ്പോൾ ഇവളുടെ അക്കൗണ്ടിൽ അങ്ങ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഞാനാണ് ഇവളുടെ അക്കൗണ്ട് ടോപ്പ് ചെയ്തിട്ട് ഡയമണ്ട് ഒക്കെ സെറ്റ് ആക്കിയായിരുന്നു. അപ്പോൾ എന്തായാലും അധികം പറഞ്ഞ് വെറുപ്പിക്കേണ്ട, അങ്ങ് സ്പിന്നാക്കാൻ തുടങ്ങാന്നൊക്കെ വിചാരിച്ചു. 67 സ്പിൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് 5 സ്പിന്നിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു 5 സ്പിന്നൊക്കെ അടിച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ നോർമൽ ആയിട്ടുള്ള ഐറ്റംസ് കിട്ടിയിട്ടുള്ളത്. പിന്നെ 5 സ്പിൻ അടിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഗ്രാൻഡ് പ്രൈസ് കിട്ടുന്ന ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ആ 5 സ്പിൻ അടിച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ജേഴ്സി നമുക്ക് റെഡ് കളറുള്ള ജേഴ്സി 7 എന്ന് പറഞ്ഞിട്ടുള്ള റെഡ് കളറിലെ ജേഴ്സി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എത്ര പേര് എടുത്തെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരു 1000 ഡയമണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുഴപ്പമില്ലാണ്ട് ഐറ്റംസ് ഒക്കെ അങ്ങ് വാരാനൊക്കെ പറ്റും. പിന്നെ അത് തന്നെ 2 സ്പിൻ അടിച്ച് പിന്നെ നമുക്ക് ഗ്രാൻഡ് പ്രൈസിന്റെ സ്പിന്നൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നോക്കുകയാണെന്ന് വെച്ചാൽ കൺഗ്രാജുലേഷൻ ഒക്കെ അങ്ങ് എഴുതി കാണിക്കുന്നുണ്ട്. ഏത് ജേഴ്സി കിട്ടാൻ നോക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറിലെ ജേഴ്സി ഒക്കെ നമുക്ക് പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലോബിയിൽ എന്ന് പറഞ്ഞാൽ 2 ഉണ്ടായിരുന്നു. 2 കൊണ്ട് ഒരു തൊഴിലും തരുന്നുണ്ടായിരുന്നില്ല. 2 അങ്ങ് മെസ്സി റൊണാൾഡോ എന്ന് പറഞ്ഞാൽ അവിടെ അടി കൂടിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ സ്പിന്നൊക്കെ അടിച്ച് അങ്ങ് കഴിഞ്ഞായിരുന്നു. സ്പിൻ അടിച്ച് ചേറ്റിക്ക് വന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അതെ മെസ്സി റൊണാൾഡോ എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻ പേജ് നമുക്ക് ആർക്കാന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ആരെങ്കിലും മെസ്സി ഫാനൊക്കെ ആണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. റൊണാൾഡോ ഫാൻസൊക്കെ കമന്റ് അടിച്ചാൽ കത്തിച്ചു. നെയ്മർ ഫാൻസൊക്കെ സബ്സ്ക്രൈബ് അടിച്ചോ. പിന്നെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഏറ്റവും കൂടുതൽ ഫാൻസൊക്കെ ആർക്കുള്ളത് നമുക്ക് കമന്റ് വഴി നോക്കാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ശരി എന്നാൽ പോയി. അപ്പോൾ സബ്സ്ക്രൈബ് അടിക്കാത്ത മച്ചന്മാർക്ക് സബ്സ്ക്രൈബ് അടിച്ച് വീഡിയോക്ക് ലൈക്ക് അടിച്ചു. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ.